ഇന്നത്തെ നമ്മുടെ റെസിപ്പി സോഫ്റ്റും ക്രീമിയും അതേപോലെ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നതുമായ അറേബ്യൻ പുഡിംഗ് ആണ്. നിങ്ങൾ ആദ്യമായാണ് ഇത് ഉണ്ടാക്കുന്നതെങ്കിൽ പോലും ഈ റെസിപ്പി ഒരിക്കലും ഫ്ലോപ്പ് ആകില്ല. അത്രയ്ക്കും സിമ്പിൾ ആണിത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കിയാലോ. ഈ ക്രീമി ആയിട്ടുള്ള പുഡിംഗ് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യമായി വേണ്ടത് ബ്രെഡാണ്. ബ്രെഡിന്റെ ആ 4 സൈഡ് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ആ മുരിഞ്ഞ സൈഡ് നമുക്ക് പുഡിങ്ങിന് ആവശ്യമില്ല. ഞാനിപ്പോൾ ഇവിടെ ഒരു 6 ബ്രെഡാണ് ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇനി ഇതിന് വേണ്ട ക്രീം ഒന്ന് റെഡിയാക്കി എടുക്കാനായി 1/2 കപ്പ് ഫ്രഷ് ക്രീം അല്ലെങ്കിൽ ഹെവി ക്രീം നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ക്രീമിന് വേണ്ട മധുരത്തിന് ആവശ്യമായ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. കൂടെ തന്നെ 1 ടീസ്പൂൺ വാനില എസൻസോട് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി നല്ലതുപോലെ കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വാനില ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് പൗഡറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കട്ടകളൊന്നുമില്ല നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മതി. ഇനി കസ്റ്റാർഡ് മിക്സ് തയ്യാറാക്കി എടുക്കാനായി ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഫുൾ ഫാറ്റ് മിൽക്ക് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്, വെള്ളമൊന്നും ഒഴിക്കരുത്. ഇനി പാലിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പാല് ചെറുതായി ഒന്ന് ചൂടായി വരുമ്പോൾ മധുരത്തിന് ആവശ്യമായ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പാല് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് മിക്സ് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് കൈവിടാതെ തന്നെ നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി. ഇപ്പോൾ ഇതേ പാലൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ കൈവിടാതെ തന്നെ ഈ സമയത്ത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു ചെറിയ രീതിയിലൊന്ന് കുറുകി ഒരു ക്രീമി ആയിട്ട് വരണം. ഒരുപാട് അങ്ങ് തിക്കായിട്ട് പോവരുത്. ഇതേപോലെ ചെറുതായിട്ടൊന്ന് ക്രീമി ആയി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി പുഡിംഗ് റെഡിയാക്കി എടുക്കാനായി ഞാൻ ഇതേപോലെ ഒരു ബൗളാണ് എടുത്തിരിക്കുന്നത്. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് നമുക്ക് ബൗളിലേക്ക് വെച്ച് കൊടുക്കാം. ബൗളിൻ്റെ സൈഡിലൊക്കെ നമുക്ക് ഇതേപോലെ ബ്രെഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം വെച്ച് കൊടുക്കാവുന്നതാണ്. ഈ ചെറിയ ചൂടോടുകൂടി തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് മിക്സ് ബ്രെഡിന് മുകളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ബ്രെഡൊക്കെ ഒന്ന് കുതിരുന്ന രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇതേപോലെ സ്പൂണും കൊണ്ട് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫ്രഷ് ക്രീം മിക്സ് നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഇനി ഇതിന് മുകളിലേക്ക് ഇടാനായിട്ട് ഇതേപോലെ കുറച്ച് പിസ്തയും ആൽമണ്ടും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഉണ്ടെങ്കിലും നമ്മൾ പുഡിംഗ് കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് കുറച്ച് നട്ട്സ് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ബാക്കിയുള്ള കസ്റ്റാർഡ് മിക്സ് നമുക്ക് മുഴുവനായും ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള ക്രീം മുഴുവനായും ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് നട്ട്സും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്ത് നന്നായിട്ട് തണുപ്പിച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഏറ്റവും കുറഞ്ഞത് ഒരു 4 അല്ലെങ്കിൽ ഒരു 6 മണിക്കൂറെങ്കിലും ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇതൊരു ഓവർനൈറ്റ് സെറ്റ് ചെയ്യാനായിട്ട് വെക്കുവാണ്. ഓവർനൈറ്റ് സെറ്റ് ചെയ്ത ശേഷം നമ്മുടെ അറേബ്യൻ ബ്രെഡ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ നട്ട്സിൻ്റെ ക്രഞ്ചും പുഡിങ്ങിൻ്റെ സോഫ്റ്റ്നെസ്സും ഒക്കെ കൂടി ചേരുമ്പോൾ പറയേണ്ടതില്ല, അത്രയ്ക്ക് രുചിയാണ്. വീട്ടിലെല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണിത്. ശരിക്കും വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയും ക്രീമിയായ ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഉറപ്പായും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കൂടാതെ ഇതേപോലെയുള്ള റെസിപ്പികൾക്കായി ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.